ഹലോ, സിൻ്റെ വണ്ടിക്കുന്നതാണ് കേട്ടോ. ഇതേ കണ്ടോ, ഞാൻ ഒരു റീസ്റ്റോക്ക് ചെയ്ത മാല കാണിക്കാനാണ് കേട്ടോ. അത് ആദ്യം ഞാൻ കാണിച്ചായിരുന്നേ. അപ്പോൾ പിന്നെ കുറച്ച് ബുക്കിംഗ് വന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ചെങ്ങനെ എടുത്ത് ഇപ്പോൾ ഒരെണ്ണം ബാക്കി വന്നപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുള്ള ഒരു മാലയാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. സാരി എടുക്കുന്നവർക്ക് നല്ല ലെങ്ത്തിൽ നമുക്ക് കഴുത്തിൽ കൂടെ ഇടാൻ പറ്റാവുന്ന കണ്ടോ ഇങ്ങനത്തെ ഒരു മാലയാണ് കേട്ടോ. ഇത്ര ഒരു ലെങ്ത്തിൽ ഇറങ്ങിക്കെടുക്കുന്ന 3 ലെയറിൽ കേട്ടോ. ഇതേ 3 ലെയർ മാലയാണേ. പിങ്ക്, പേള്, പിങ്ക്, ഗ്രീൻ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ കാണാനായിട്ട്. സാരി എടുക്കുന്നവർക്ക് നല്ലൊരു മാലയാണ്. 700 റുപ്പീസിനായിട്ട് 700 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ചെറിയ ചെറിയ റൗണ്ട്. ഇതേ പിങ്ക്, ഇത് പിങ്ക് വരും. ഉണ്ടോ, എനിക്ക് ലൈലാക്ക് പോലെ തോന്നുന്നുണ്ടാവില്ല, പിങ്കാണ് കേട്ടോ ഷെയ്ഡ്. ഇത് പേള്, ഇത് പിസ്ത ഗ്രീൻ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡുകളാണ് കേട്ടോ. 3 നല്ല പേസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. സാരി എടുക്കുന്നവർക്ക് നല്ല മാലയാണ്. ഇത്ര ലെങ്ത്തിലിടാം, പിന്നെ കഴുത്തിൽ കൂടെ ഇടാം. അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത് കേട്ടോ. കാരണം സാരി എടുക്കുന്നവർക്കൊക്കെ ഇഷ്ടം ഇത് ഹുക്കൊക്കെ ഊരി ഇടാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ല ലെങ്ത്തിലിട്ട് 8 പിടി 8 അല്ല 9 പിടിയുടെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അത് അങ്ങനത്തെ നല്ലൊരു മാലയാണ്. 700 രൂപയാണ്, അതായത് 700 റുപ്പീസാണ് കേട്ടോ. ആരും മിസ് ചെയ്യേണ്ട നല്ല മാലയാണ്. ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ്. കുറച്ചൊക്കെ പോയി, അപ്പോൾ ഞാൻ കൂടെ ബാക്കി വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ. അതെ, നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ കാണാനായിട്ട്. ഞാൻ പറഞ്ഞു സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മാല. ചുരിദാറിൻ്റെ കൂടെ ആരും ഇത്ര ഒരു ലെങ്തി മാല ഇട്ട് കണ്ടിട്ടില്ല. സാരി എടുക്കുന്നവരാണ് കേട്ടോ ഇത്രയും ഒരു ലെങ്ത്തിൽ. ഞാൻ അത് കാരണം സാരി എടുക്കുന്നവർക്ക് കൂടുതൽ പറഞ്ഞമ്മമാർക്ക് പറ്റിയ നല്ലൊരു മാലയാണ് കേട്ടോ ഈ മാല. അതേ കണ്ടോ, 3 ലെയറാണ് വരുന്നത്. പ്ലേറ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്ലേറ്റഡ് മാലയാണ്. ഇത് ഹുക്കൊക്കെ കണ്ടില്ലേ, പ്ലേറ്റഡ് ആണ് കേട്ടോ. 700 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യ അങ്ങനെ തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിലുണ്ട് കേട്ടോ. മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം ഇതൊക്കെ വീഡിയോയിൽ എത്ര പറഞ്ഞാലും നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലും സാരിയുടെ ഒക്കെ കളക്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസാണ് എല്ലാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ബൾക്ക് പർച്ചേസിങ് അങ്ങനത്തെ അത്രയും കളക്ഷൻ പ്രതീക്ഷിച്ച് വരരുത് കേട്ടോ. ഉള്ള പീസസൊക്കെ ഒരു ഹാൻഡ് പിക്ഡ് ആണ്. ഒരു വെറൈറ്റി ആയിരിക്കും. ഓരോ ഡിസൈനും ഓരോ മെറ്റീരിയലും അതിനുള്ള ഡിസൈനും പ്രിൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. സാരിയുടെ ആയാലും എല്ലാം ഒറ്റ സിംഗിൾ പീസേ ഉണ്ടായിരിക്കുള്ളൂ. അല്ല സാരി ആയാലും മെറ്റീരിയൽ ആയാലും മാല ആയാലും കേട്ടോ. എൻ്റെ കയ്യിൽ ഓരോ പാറ്റേണിൻ്റെ സിംഗിൾ പീസസ് ആണ്. അപ്പോൾ ഉള്ളത്ര മാലയും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒക്കെ ഒരു ഹെൽപ്പ് കൊണ്ടായിട്ട് ഇത്രയും ഞാൻ പറഞ്ഞ മാലയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2-3 മാസം ആവണേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു കേട്ടോ മാലയുടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ. അപ്പോൾ അതൊക്കെ ഒരു ഓൺലൈനിൽ കൂടി വീഡിയോ ഇട്ട് കണ്ട് വരുന്നവരാണ് എല്ലാവരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് ഞങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതും കാണുന്നതും അതിനെ ഹെൽപ്പ് ചെയ്യണതും അതിന് നമുക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ പറയണതും എല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അതെ, അപ്പോൾ നല്ലൊരു നമുക്ക് ഇനി ക്രിസ്മസ് അങ്ങനെയൊക്കെ ഫെസ്റ്റിവൽ സീസണാണ് ഇനി. അപ്പോൾ അതിനൊക്കെ പറ്റും പരിപാടികൾ ഒത്തിരികളുണ്ടാവും അല്ലേ. അതിനൊക്കെ പറ്റി പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനത്തെ മാലയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ. സാരി എടുക്കുന്നവർ ഇത്ര ലെങ്തി ആയിട്ടുള്ളതും ചുരിദാർ ഇടുന്നവർ ഇത്ര ഒരു നെക്കിന് കുറച്ച് താഴെയായിട്ട് ലെങ്ത്തിലിടുന്നതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ മാലകൾ. കൂടുതലും സ്വർണ്ണത്തിനൊക്കെ വില കൂടിയത് കൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് ആൾക്കാർ തിരിഞ്ഞത്. പക്ഷേ എനിവേ നല്ല എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഗോൾഡിൻ്റെ റിപ്ലിക്ക പോലെ ഇരിക്കുന്ന നല്ല നല്ല മാലാസ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ കയ്യിലുണ്ട് കേട്ടോ. ഷോപ്പ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു.